വിഷയം അയ്യപ്പ സംഘവും അതിനോട് NSS എടുത്ത സമീപനവും സമുദായ സംഘടനകൾ എടുത്ത സമീപനമാണല്ലോ നമ്മുടെ ചർച്ച. ഇവിടെ BJP നടത്തിയെങ്കിൽ BJP ചോദിക്കുമായിരുന്നേ. BJPയുടെ ബദൽ സംഗമത്തെ കുറിച്ചല്ല എന്റെ ചോദ്യം. സർക്കാർ നടത്തിയ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണല്ലോ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ. അല്ല, അതിലൊരു പ്രശ്നം എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചോദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ BJP പ്രതിനിധി ഇവിടെയുണ്ട്, നമുക്ക് ചോദിക്കാം. അങ്ങയുടെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും എനിക്കുമുള്ള ചോദ്യങ്ങളാണ് അങ്ങയുടെ ചോദ്യങ്ങൾ. ഞാൻ ഉറപ്പായിട്ടും BJP പ്രതിനിധിയോട് ചോദിക്കും. പക്ഷെ നിങ്ങളുടെ നിലപാടൊന്ന് വ്യക്തമാക്കുന്നു. എത്ര നേരമായി ചോദിക്കുന്നു? ബഹുമാനപ്പെട്ട ആങ്കർ നേരത്തെ തന്നെ ഇതിനുള്ള ആൻസറും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ബഹുമാന്യനായ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി തന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ കൃത്യതയോടുകൂടി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇപ്പോ ഡിസ്കസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമില്ല. ഞാൻ അതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ ഡിസ്കസ് ചെയ്യുക. അതെന്താണ് അതിന്റെ സമയക്രമം എങ്ങനെയാണ്? ആരാണ് നിശ്ചയിക്കുന്നത്? എന്തെപ്പോൾ ചോദിക്കണം? ഞങ്ങൾക്ക് സൗകര്യം ഞാൻ വളരെ കൃത്യതയോടുകൂടി പറയുന്നു, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴല്ല, മറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പ് ഇപ്പോഴും ഈ വിഷയം പെൻഡിംഗ് ആണ്. പെൻഡിംഗ് ബിഫോർ ദ ഓണറബിൾ സുപ്രീം കോർട്ട്. അവിടെ നിന്നും ഒരു കൃത്യമായ ഡിസിഷൻ വരട്ടെ. സുപ്രീം കോടതിയിൽ നിലവിൽ എന്തായാലും സ്ത്രീ പ്രവേശ വിധിയിൽ സ്റ്റേ ഇല്ല. അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, അങ്ങ് ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. സ്റ്റേ ഇല്ല. ഇപ്പോഴത്തെ വിധി എന്നുള്ളത് സ്ത്രീ പ്രവേശമാകാം എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും ആ വിധി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് അതിങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം മറ്റാരും ഇപ്പോൾ പുതുതായി സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആരും നാളിതുവരെയായി വരുന്നില്ല. വരാത്തിടത്തോളം ഈ നിലയിൽ അത് മുന്നോട്ട് അവർക്ക് സ്ത്രീ പ്രവേശനത്തിനുള്ള വഴി ഒരുക്കേണ്ടത് സർക്കാരാണ്. നിയമപരമായിട്ട് അത് ചെയ്യുമോ? ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്ന സർക്കാരിന് കോടതി വിധിയെ അംഗീകരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്നുള്ളത് ആങ്കർക്കും എനിക്കും ഇവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ യുവതികൾ വന്നാൽ പ്രവേശിപ്പിക്കും. അതിനകത്ത് ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചില്ല. ഞാൻ പറയട്ടെ, അതിനകത്ത് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സംസ്ഥാന ഗവൺമെന്റിനോ ആചാരം ലംഘിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയല്ല. ആ അജണ്ട ഞങ്ങളുടെ വായിലേക്ക് തിരികെ കയറ്റാൻ ആരും ബോധപൂർവം ശ്രമിക്കേണ്ടതില്ല. ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. 2018 മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം. അനാചാരങ്ങളായിരിക്കും ചരിത്രപ്രസിദ്ധമായ പ്രസംഗം, പിണറായി വിജയന്റെ പ്രസംഗം. ഇന്നിപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളെ തച്ചു തകർക്കുക എന്നുള്ളതല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു അജണ്ടയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അല്ലല്ല അങ്ങനെ ഞങ്ങൾ അത് ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? നിങ്ങൾ സുപ്രീം കോടതി ഉത്തരവ് തൊട്ടടുത്ത 2ാമത്തെ ദിവസം നടപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തിയത് മാത്രമല്ല, അത് നടപ്പാക്കാൻ വേണ്ടി ഇവിടെ എന്താ പറയുക, തുല്യതയ്ക്ക് വേണ്ടി ഒരു നവോത്ഥാന സമിതി രൂപീകരിച്ചു. ആ സമിതി ഇപ്പോഴും നിലവിലുണ്ട്. അതിൻ്റെ തലപ്പത്തൊരു വർഗീയവാദിയാണെങ്കിലും ആ സമിതി ഇവിടെയുണ്ട്. ആ സമിതിയുമായി ബന്ധപ്പെട്ട ഒരു വനിതാ മതിൽ ഇവിടെ സൃഷ്ടിച്ചു, അല്ലേ? കേരളം അങ്ങോളം ഇങ്ങോളം അതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നടത്തി, പുരോഗമന ആശയങ്ങൾ ഇവിടെ നടപ്പായി എന്ന് തെറ്റിദ്ധരിച്ചു. അത് സംഭവമല്ലേ? അത് നടന്ന കാര്യമാണല്ലോ. അതിപ്പോ പറയേ വേണ്ട, നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും. നോക്കൂ സ്മൃതി, ഇന്നിപ്പോൾ നവോത്ഥാന സമിതിയുടെ തലപ്പത്തൊരു വർഗീയവാദിയാണെന്നുള്ളത് ഇപ്പോൾ സ്മൃതി പറഞ്ഞ അതേ വാചകം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു. ഇന്ന് അദ്ദേഹം അത് വളരെ കൃത്യതയോടുകൂടി മാറ്റി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്റെ വിഷയമല്ല, എന്റെ വിഷയം എനിക്ക് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ നിന്നും എനിക്കുണ്ടായ ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് എന്റെ ചോദ്യം. അല്ലല്ല, ആ ബോധ്യത്തിനെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള ബോധ്യത്തെ സംബന്ധിച്ച് കൂടെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ ബോധ്യം. അതാണല്ലോ മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങിയപ്പോഴുള്ള ബോധ്യം. വെള്ളാപ്പള്ളിയും ചേർത്ത് പിടിച്ചുകൊണ്ട്, കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇറങ്ങിയ ആ ബോധ്യം. അല്ല, മുഖ്യമന്ത്രിയുടെ കാറിൽ കേരളത്തിലൊരു ഒരു പ്രധാനപ്പെട്ട സമുദായ സംഘടനാ നേതാവ് വന്നിറങ്ങിയാൽ
ആകാശം ഇടിഞ്ഞു വീണു പോകും എന്നുള്ള നിലയിലുള്ള നിങ്ങളുടെ ചിത്രീകരണം ആകാശമിടിയില്ലായിരുന്നു. ഏത് വർഗീയ പ്രസംഗം നടത്താത്ത ഒരാളായിരുന്നെങ്കിൽ ആകാശമിടിയില്ലായിരുന്നു. തുടർച്ചയായ വർഗീയ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാൻ തയ്യാറാകാത്ത ഈ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.